ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇന്നലെ ഒരു ഇച്ചിരി വിഷമമായിരുന്നു. ഇന്നലെ നമുക്ക് ഒരു 3-4 ദിവസത്തേക്ക് ബോർഡിങ് വന്ന ഒരു കുഞ്ഞായിരുന്നു ഇവള്. പക്ഷേ ഇവൾക്ക് ഒരു കുഴപ്പമില്ലാതെ ഇരുന്നതാണ്. അപ്പോൾ ഹെയറൊക്കെ ഉണ്ട് നല്ലവണ്ണം. പക്ഷേ എല്ലാ ദിവസവും രാവിലെ ഞാൻ ഇറക്കി ഞാനും പൊന്നും കൂടെ കളിപ്പിക്കുന്നതും ഒക്കെ ആയിരുന്നു, വീഡിയോ എടുക്കുന്നതും എല്ലാം ചെയ്യുന്നതായിരുന്നു. പക്ഷേ ഇവളെ ഇന്നലെ അവർ കൊണ്ടുപോകാൻ വരുമല്ലോ, അപ്പോൾ അത് കാരണം കൊണ്ട് രാവിലെ കുളിപ്പിച്ച് ഉണക്കി നല്ല സുന്ദരിയാക്കി ഇട്ടേക്കാന്ന് ഓർത്ത് ഇറക്കാൻ വേണ്ടിയിട്ട് വന്ന് നോക്കിയിട്ട് ഇവളുടെ ഒരു കണ്ണിൻ്റെ ഇവിടെ ഈ സൈഡ് കണ്ടോ നല്ലോണം നീര് വന്നിങ്ങനെ വീങ്ങിയിരിക്കുന്നു. ഞാനപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വല്ല കണ്ണിക്കേട് ആയിരിക്കും, എന്നാൽ ഐ ഡ്രോപ്പ് ഉണ്ട് നമുക്കത് ഒഴിച്ച് കൊടുക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ ഒന്നും കൂടെ അടുത്ത് പിടിച്ച് നല്ലോണം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെറിയ ഒരു സൂക്ഷ്മമായിട്ടുള്ള, അതായത് ഈ കണ്ണിൻ്റെ നമ്മുടെ ആ കണ്ണിൻ്റെ കടക്കയില്ലേ, അവിടെ നിന്ന് ഉള്ളിലോട്ട് ചെറിയൊരു ഹോള്. എങ്ങനെയാണ് സംഭവിച്ചതെന്നൊന്നും അറിയില്ല. ഇനി മാന്തിയിട്ടാണോ, മുറിവ് വന്നിട്ട് അങ്ങനെ ഹെയർ ഉള്ളതുകൊണ്ട് പറ്റിപ്പിടിച്ചിരുന്നിട്ട് അങ്ങനെ കാണാതെയാണോ എന്നൊന്നും അറിയില്ല. വലിയ വിഷമമായി അതെനിക്ക്. എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളറിയാതെ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എല്ലാ ദിവസവും നോക്കുകയും ചെയ്യായിരുന്നു. എന്നിട്ടും അവൾക്ക് അങ്ങനെ വന്നു കഴിഞ്ഞപ്പം നമുക്ക് വലിയ വിഷമമായി. പിന്നെ അവർ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. പക്ഷേ അവർക്ക് കൊണ്ടുപോയിട്ട് നോക്കാനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അവർക്ക് എവിടെയൊക്കെ പോകാനുണ്ട്. അപ്പോൾ അങ്ങനെയായപ്പം എൻ്റെ അടുത്ത് തന്നെ തിരിച്ചു കൊണ്ട് തന്നു അവളെ. അവളിവിടെ വന്നിട്ടാണ് അവൾ ഹീറ്റൊക്കെ ആയതായിരുന്നു. അവൾ ഹീറ്റായി 4 ദിവസമൊക്കെ ആയിട്ടുള്ളൂ ഹീറ്റായിട്ട്. പാവം. ഞാനപ്പോൾ ആ ഒരു സന്തോഷമൊക്കെ അവരോട് വിളിച്ച് പറഞ്ഞതായിരുന്നു, അവൾ ഹീറ്റായിട്ടുണ്ട് എന്നൊക്കെ. എന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വീട്ടിൽ വന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ഇന്നലെ വൈകിട്ട് അവരെന്ത് ചെയ്തു, ഹോസ്പിറ്റലിൽ നിന്ന് നേരെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. എൻ്റെ ഇവിടെ വീട്ടിലാക്കി. അവിടെ കേക്ക് വൗ അങ്ങനെ എൻ്റെ അടുത്ത് കൊണ്ടേ ആക്കി. പിന്നെ 4 മണിയായപ്പോൾ ഡോക്ടർ വന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇച്ചിരി നല്ല ആഴത്തിൽ ഇതുണ്ട്, മുറിവുണ്ട്. എന്നിട്ട് അതിനകത്തൊരു 3-4 പുഴുവുണ്ടായിരുന്നു കേട്ടോ. എനിക്കങ്ങ് ഭയങ്കര ഇതായിപ്പോയി. നമ്മുടെ ഭാഗത്തുനിന്നും കൂടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് അത്രയും വിഷമം. ഞാൻ വിചാരിച്ചു ഇവളെ മാറ്റി, ഇവളുടെ ഉവാവും എല്ലാം മാറ്റി ഇവളെ സുന്ദരിയാക്കി മിടുക്കിയാക്കിയിട്ടേ അവർക്കിനി കൊടുക്കുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആക്കണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ ഇട്ടേക്കുവാണ്. അവളുടെ ഉവാവൊക്കെ മാറ്റി നമുക്ക് നല്ല സുന്ദരി കുട്ടിയാക്കിയിട്ട് അവർക്ക് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ മരുന്ന് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ റൂമിലാക്കിയിരുന്നത്. അപ്പോൾ ഡോക്ടർ ഇന്നലെ ഇവിടെ സമ്മതിച്ചില്ല. അപ്പോൾ ഒരു അനസ്തേഷ്യ കൊടുത്തായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു റൂമിൽ, വീടിൻ്റെ അകത്തിടരുത്. കാരണം വെച്ചാൽ വായുസഞ്ചാരം കുറവായിരിക്കും. അത് കാരണം കൊണ്ട് അവളെ കൂട്ടി തന്നെ ഓപ്പണായിട്ടുള്ള ഏരിയ തന്നെ ഇടണം. കൂട്ടി തന്നെ കൊണ്ടുപോയിട്ടാൽ മതി, ഈച്ചയും കൊതുകൊക്കെ വരാതിരുന്നാൽ മതി. അപ്പോൾ ഞാൻ അത് കാരണം കൊണ്ട് മറ്റേ തിരിയില്ല പുകയ്ക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് ഞാൻ ഇന്നലെ ഇവിടെ കൊണ്ടുപോയി. ഇന്നലെ രാത്രിയിൽ മെഡിസിൻ എല്ലാം കൊടുത്തു. ഇന്ന് രാവിലെ അവളുടെ മുറിവെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അകൊക്കെ ഒന്ന് നോക്കി മരുന്ന് കൊടുത്തു. ഇനി മുറിവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മരുന്നൊക്കെ വെച്ച് കൊടുത്തിട്ട് പോകണം എന്ന് വെച്ചിട്ടിങ്ങനെ രാവിലെ അവളുടെ കൂട്ടിലോട്ട് വന്നതാണ്. അപ്പം ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വിഷമമുള്ളൊരു വീഡിയോ ആണ്.